90 to 95% വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അല്ലേ? ഓക്കെ. ഇതിന് വാറണ്ടി നമുക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും? വാറണ്ടി 2 വർഷം വാറണ്ടി, 25,000 കിലോമീറ്റർ ഓർ 2 വർഷം. നമ്മളുള്ളത് കാലിക്കറ്റ് ആണ്. കാലിക്കറ്റ് വെസ്റ്റിൽ അത്താണിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഈ ഒരു ഏരിയ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഓട്ടോമൊബൈൽ എന്ന് ബന്ധപ്പെട്ട ഒരു ഏരിയ തന്നെയാണ്. ഒരുപാട് ഷോറൂംസ് ഉണ്ട്. അതുപോലെ തന്നെ യൂസ്ഡ് കാർ ഷോറൂംസ് ഉണ്ട്. യൂസ്ഡ് കാറിൽ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ കാറ്റഗറി നോക്കിക്കഴിഞ്ഞാൽ കൂടുതലും വാറണ്ടി ഉള്ള ഷോറൂംസിൻ്റെ വീഡിയോ ആണ്. എന്ന് വെച്ചാൽ വണ്ടികൾക്ക് വാറണ്ടി കൊടുക്കുന്ന ഷോറൂംസിൻ്റെ വീഡിയോ ആണിത്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കാർ ആൻഡ് ബൈക്സ്. മഹേന്ദ്രയുടെ ഫസ്റ്റ് ചോയ്സ് പോലെ തന്നെ മഹേന്ദ്രയുടെ ഓണർഷിപ്പിലുള്ള ഒരു ബ്രാൻഡ് തന്നെയാണ് കാർ ആൻഡ് ബൈക്സ്. 2 വർഷമാണ് വണ്ടികൾക്ക് വാറണ്ടി കൊടുക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് വരുന്ന വഴിയേ പറയാം. പിന്നെ അതുപോലെ ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ വണ്ടി എടുക്കുന്ന സമയത്ത് കുറേ നിബന്ധനകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സെല്ല് ചെയ്യുമ്പോഴും അതിന് കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ബൈബാക്ക് ഗ്യാരണ്ടി ഉണ്ട്. അങ്ങനെ ഒരുപാട് സവിശേഷത എന്ന് വെച്ചാൽ ഒരു ടെൻഷൻ അടിക്കാതെ നമുക്ക് യൂസ്ഡ് കാർ വാങ്ങിക്കാൻ പറ്റിയ ഒരു ഷോപ്പാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഒരുപാട് വണ്ടികൾ സ്റ്റോക്ക് കിടപ്പുണ്ട്. അപ്പോൾ ഈ വണ്ടികളുടെ എല്ലാം ഡീറ്റെയിൽസ് നമുക്ക് ചെറുതായിട്ട് നോക്കാം. അപ്പോൾ സൂരജാണ് ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തരുന്നത്. ആദ്യം നമുക്കൊരു നെക്സോൺ കിടപ്പുണ്ടല്ലേ? കുറേ വണ്ടികൾ സ്റ്റോക്ക് ഉണ്ടല്ലേ? നല്ല ഹെവി സ്റ്റോക്ക്. ഒരു 70 to 75 കാർസ് ഇപ്പോൾ നിലവിൽ ഇവിടെ സ്റ്റോക്ക് ഉണ്ടല്ലേ? ഓക്കെ. എത്ര സ്റ്റോക്ക് കീപ്പ് ചെയ്യാറുണ്ടല്ലോ? ഓക്കെ ഓക്കെ. അതൊരു ഒരു പ്രീമിയം ലെവലിലാണ് വണ്ടി കീപ്പ് ചെയ്യുന്നത്. ലെവലിലുള്ള എല്ലാം മിക്സഡ് കോംബോ ആയിരിക്കും. അതായത് SUVs ഉണ്ടാവും, സെഡാൻസ് ഉണ്ടാവും, കോമ്പാക്ട് SUVs ഉണ്ടാവും. അതിൽ തന്നെ എല്ലാ കളേഴ്സും ഉണ്ടാവും. ചിലപ്പോൾ ചില കസ്റ്റമേഴ്സിന് വേണ്ട എല്ലാ കളേഴ്സും നമ്മുടെ സ്റ്റോക്ക് ഉണ്ടാവും അല്ലേ? അങ്ങനെ ഒരു സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കുന്നത് അല്ലേ? ഓക്കെ. ഒരു നോർമൽ ഷോറൂമിൽ പോകുന്നതിനെക്കാട്ടി ഇവിടെ വരുന്നതിന്റെ പ്രത്യേകതയിൽ ഒരെണ്ണമാണ് അതല്ലേ? ഓക്കെ. അപ്പോൾ ഈ വണ്ടി ഡീറ്റെയിൽ ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു അല്ലേ? ഓക്കെ. അപ്പോൾ നെക്സോണിന്റെ ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ്? XM ആണ് ഓപ്ഷൻ വരുന്നത്. 2019 മോഡൽ ഡീസൽ വേരിയന്റ് ആണ് വണ്ടി. ഓക്കെ. ഡീസലിൽ തന്നെ നമുക്ക് അത്യാവശ്യം മൈലേജ് ഉണ്ടാവും. അറൗണ്ട് ഒരു 18 to 19 കിലോമീറ്റർ മൈലേജ് വരുന്നുണ്ട്. ഓക്കെ. 94,000 കിലോമീറ്റർ ആണ് ഇപ്പോൾ നിലവിൽ ഓടിയിട്ടുള്ളത്. സിംഗിൾ ഓണർഷിപ്പിലാണ് വാഹനം ഉള്ളതല്ലേ? അതെ. ഓക്കെ. ഇന്റീരിയർ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? ഇന്റീരിയറൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത വണ്ടിയാണ്. ഓക്കെ. നമ്മൾ എടുത്തിട്ട് വണ്ടി ഒന്ന് മൊത്തത്തിൽ നീറ്റ് ആക്കുമല്ലേ? അതെ അതെ. ഓക്കെ ഓക്കെ. ഇപ്പൊ നിലവിൽ വേറെ അപാകതകളൊന്നും കാണാനില്ല വാഹനത്തിന്റെ അകത്ത്. ഓക്കെ. ഇത് ഏത് ഇയർ ഏതാ പറഞ്ഞത്? 2019 മോഡൽ. ഓക്കെ. ഇതിന്റെ വില എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? ഇത് നമ്മള് ഇതിന്റെ പ്രൈസ് വരുന്നത് 675 ആണ്. 675. ഇത് നമ്മൾ പറയുന്ന ഒരു നെഗോഷ്യബിൾ പ്രൈസ് അല്ലേ? അതെ. ഒരു നെഗോസിയേഷൻ ചാൻസ് ഉള്ള എല്ലാവർക്കും സ്ലൈറ്റ്ലി ഒരു നെഗോസിയേഷൻ ചാൻസ് ഉണ്ടാവും അല്ലേ? ഓക്കെ. അപ്പോൾ ഇതിന് വാറണ്ടി കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണോ? ഇതിന് നമുക്ക് വാറണ്ടി വരില്ല. കാരണം നമ്മുടെ വാറണ്ടിക്ക് ഒരു ക്രൈറ്റീരിയ ഉണ്ട്. വാറണ്ടി ക്രൈറ്റീരിയ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഇപ്പോഴുള്ള പ്രസന്റ് ഡേറ്റിൽ നിന്ന് 7 വർഷം പുറകോട്ട്. ഓക്കെ. 7 വർഷം പുറകോട്ടും അതേപോലെ 1,00,000 കിലോമീറ്ററിൽ താഴെയായിരിക്കണം വാഹനം. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ എന്താ പറയുക, 7 വർഷം പുറകോട്ട് എന്ന് പറയുമ്പോൾ തന്നെ ചില വാഹനങ്ങൾ 7 വർഷത്തിനുള്ളിൽ തന്നെ 1,00,000 കിലോമീറ്റർ കവിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വാറണ്ടി ഉണ്ടാവില്ല. ഇതിനിപ്പോൾ 94,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. ഇത് നമുക്ക് 6 മാസം വാറണ്ടി ഉണ്ടാവും. 6 month വാറണ്ടി. 6 മാസം വരെ വാറണ്ടി കൊടുക്കാം അല്ലേ? ഓക്കെ. ഇതിന് ഡൗൺ പേയ്മെന്റ് എന്താ വേണ്ടി വരും? ഇതിന് 90% ഇപ്പോൾ നെക്സോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിൽ തന്നെ ഏറ്റവും സേഫ്റ്റി സ്റ്റാൻഡേർഡും അതുപോലെ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന ടാറ്റയുടെ ഒരു പ്രൊഡക്റ്റിനകത്ത് ഒന്നാണ്. ഓക്കെ. അതുകൊണ്ട് തന്നെ എല്ലാ ഫിനാൻസിയേഴ്സിനും 90% നമുക്കിപ്പോൾ നെക്സോൺ ലോൺ കൊടുക്കും അല്ലേ? ഓക്കെ. അപ്പോൾ വീണ്ടും ഒരു നെക്സോൺ കുഴപ്പമുണ്ട്. ഇത് ഡീസലോ പെട്രോളോ? ഇത് പെട്രോൾ വേരിയന്റ് ആണ്. 2020 മോഡൽ എക്സെഡ് ആണ്. 2020 മോഡലാണല്ലേ? അധികം പഴക്കമില്ലാത്ത വാഹനം. ഓക്കെ. ആലോയ് വീൽസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. വണ്ടിയിൽ അത്യാവശ്യം ഫീച്ചേഴ്സ് ഉണ്ട് വണ്ടിയിൽ അല്ലേ? എക്സെഡ് ആവുന്ന സമയത്ത് ഫുൾ ഓപ്ഷന്റെ തൊട്ട് താഴെ വരുന്ന ഒരു ഓപ്ഷൻ ആണ്. ഓക്കെ. ടയർ കണ്ടീഷനും കാര്യങ്ങളെല്ലാം അത്യാവശ്യം നീറ്റ് ആയിട്ട് തന്നെ നിൽപ്പുണ്ട് അല്ലേ? 15,000 കിലോമീറ്റർ വാഹനം ഓടിയിട്ടുള്ളൂ. 15 ഓടിയിട്ടുള്ളൂ. ഓക്കെ. ഇതിനൊരു മൈലേജ് ഒക്കെ എന്താ വരും? നെക്സോൺ പെട്രോളിന് ഒരു അറൗണ്ട് ഒരു 15 കിലോമീറ്റർ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ? പെട്രോളിന്റെ എഞ്ചിൻ ആണ് വരുന്നത്. ഓക്കെ. ആക്സിഡന്റ് ഹിസ്റ്ററി അങ്ങനെ വല്ലോ ഒന്നുമില്ല ഈ രണ്ട് വണ്ടിക്കും? നിലവിൽ ഇപ്പോൾ ഒന്നുമില്ല. ഓക്കെ. വണ്ടിയുടെ ഇന്റീരിയർ നമുക്ക് നോക്കാം അല്ലേ? ഇത് കിലോമീറ്റർ 15,000 കിലോമീറ്റർ ആയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന അടിപൊളി ഒരു വണ്ടിയാണ് കേട്ടോ. അത്യാവശ്യം ഫീച്ചറും കാര്യങ്ങളും ഉണ്ട്. ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചറും വണ്ടിയിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? പ്രൈസ് നമ്മൾ ഇതിൻ്റെ എക്സ്പെക്ട് ചെയ്യുന്നത് ഏകദേശം 9 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഈ എക്സെഡ് വാഹനം കിട്ടും. 9 ലക്ഷം രൂപയ്ക്ക് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആയിരിക്കും പ്രൈസ് അല്ലേ? ഓക്കെ. ഈ ലോൺസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കും. 90% നമ്മൾ മറ്റേത് പറഞ്ഞ പോലെ തന്നെ 90%. ഓക്കെ. അതല്ല, ഈ ലോൺസ് ഒരു കസ്റ്റമറിന് ലോൺ വേണം, അത് നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കും. എങ്ങനെയാണ് അതിൻ്റെ? അതെ, നമുക്കിപ്പോൾ ഇവിടെ തന്നെ ഇതൊരു അതായത് മൾട്ടി ബ്രാൻഡഡ് സർട്ടിഫൈഡ് യൂസ്ഡ് കാർസിലെ ഇന്ത്യയിലെ ഏറ്റവും ലാർജസ്റ്റ് നെറ്റ്വർക്കാണ് ഈ മഹീന്ദ്ര ഫസ്റ്റ് ചോയ്സിന്റെ കാർ ആൻഡ് ബൈക്ക് എന്ന് പറയുന്നത്. ഓക്കെ. അതിൽ തന്നെ നമ്മളിപ്പോൾ സൂപ്പർ സ്റ്റോർ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ്. അത് സൂപ്പർ സ്റ്റോർ കാർ ആൻഡ് ബൈക്കിൽ കേരളത്തിൽ വരുന്നത് 2 സ്ഥലങ്ങളിലുള്ളൂ. ഒന്ന് കാലിക്കറ്റ് ആൻഡ് ദെൻ നെക്സ്റ്റ് വരുന്നത് കൊച്ചിയിൽ. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടുന്ന് വാഹനം എടുക്കുന്ന കസ്റ്റമേഴ്സിന് കിട്ടുന്ന അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 years വാറണ്ടി ഫോർ, അതായത് എല്ലാ വാഹനങ്ങൾക്കും അല്ല, നമ്മൾ പറഞ്ഞല്ലോ ക്രൈറ്റീരിയ ഉണ്ട്. അതിനകത്ത് ഇപ്പോൾ 1 year കിട്ടുന്ന വാഹനങ്ങളുണ്ട്, 2 year കിട്ടുന്ന വാഹനങ്ങളുണ്ട്, 6 മാസം കിട്ടുന്ന വാഹനങ്ങളുണ്ട്. അതുപോലെ ഇവിടെ നിന്ന് എടുക്കുന്ന എല്ലാ വണ്ടികൾക്കും 1 വർഷം ഓൾ ഓവർ ഇന്ത്യ റോഡ് സൈഡ് അസിസ്റ്റൻസ് ഫ്രീ ആയിരിക്കും. അതിന് പ്രത്യേക കാറ്റഗറി അതിന് കാറ്റഗറി ഒന്നും കൊടുക്കുന്നില്ല. എല്ലാ വണ്ടിക്കും 1 വർഷം RSI റോഡ് സൈഡ് അസിസ്റ്റൻസ്
ഓൾ ഓവർ ഇന്ത്യ നെറ്റ്വർക്ക് കംപ്ലീറ്റ് ഫ്രീ ആണ്. ഫ്രീ ആയിരിക്കും അല്ലേ? പിന്നെ അതേപോലെ നമ്മളിപ്പോൾ ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിന് ലോൺ സൗകര്യം ഇവിടെ തന്നെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അവരെ നോർമൽ ഡോക്യുമെന്റ്സ്, അതായത് ആധാർ, പാൻ, ലാസ്റ്റ് 6 മന്ത് ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, അങ്ങനത്തെ ബേസിക് ഡോക്യുമെന്റ്സ് ഉണ്ടല്ലോ, ഇത്രയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ സെയിം ആ ഒരു ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ ഫിനാൻസ് ചെയ്യാനുള്ള സൗകര്യം ഇപ്പോൾ ഇവിടെ ഉണ്ട്. അപ്പോൾ തന്നെ സിവിൽ സ്കോറും കാര്യങ്ങളും എടുത്ത് പിന്നെ നമുക്ക് വേണ്ടത് അവരുടെ വാല്യുവേഷനും അതേപോലെ അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ. ചില ഫിനാൻസേഴ്സ്, അതായത് കസ്റ്റമർ അത്യാവശ്യം നല്ല പ്രൊഫൈലും സിവിൽ സ്കോറും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ സെയിം ഡേ തന്നെ നമ്മൾ ഡെലിവറി, സ്പോട്ട് ഡെലിവറി തന്നെ പറയാൻ, ഫിനാൻസ് ചെയ്തിട്ട് ഡെലിവറി നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. ബൈബാക്ക് ഗ്യാരണ്ടി ഉണ്ടെന്ന് അതിനെക്കുറിച്ച് എങ്ങനെയാണ്? ബൈബാക്ക് ഗ്യാരണ്ടി നമ്മൾ, അതായത് ബൈബാക്ക് ഗ്യാരണ്ടി എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോർമൽ ഡിപ്രിസിയേഷൻ കഴിച്ചിട്ട് നമ്മുടെ അടുത്ത് കൊടുക്കുന്ന വാഹനങ്ങൾ എടുത്തിട്ട് റിട്ടേൺ കൊടുക്കുന്ന ഒരു പോളിസി ഉണ്ട്. അതിനിടെ തന്നെ 7 ദിവസം വരെ റിട്ടേൺ പോളിസി എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. വണ്ടി എന്തെങ്കിലും ഇഷ്ടപ്പെട്ടില്ല അങ്ങനെയല്ല നമ്മളിപ്പോൾ പറഞ്ഞത്, നമ്മളിപ്പോൾ ഓൾറെഡി ഫുള്ളി എന്താ പറയുക ഒരു ട്രാൻസ്പെറന്റ് ആയിട്ട് ബിസിനസ് ചെയ്യുന്ന ആളുകളാണ്. അപ്പം നമ്മളിപ്പോൾ പറയുന്ന കാര്യങ്ങളൊക്കെ ആക്യുറേറ്റ് ആയിരിക്കും, അതിനകത്ത് വേരിയേഷൻ ഒന്നും വരില്ല. നമ്മളെ സെയിൽസ് ടീമിനെ നമ്മളത് ആ ഒരു ലെവലിൽ ട്രെയിൻ ചെയ്തിട്ടാണ് നമ്മളിവിടെ എല്ലാവരും എക്യുപ്ഡ് ആയിട്ടാണ് നിൽക്കുന്നത് നിലവിൽ. അപ്പം അതിൻ്റെ അകത്ത് എന്തെങ്കിലും പോളിസിയിൽ ഇപ്പോൾ ആക്സിഡന്റ് ഹിസ്റ്ററി അല്ലെങ്കിൽ ഫ്ലഡ് എഫക്റ്റഡ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നതിൽ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ കസ്റ്റമേഴ്സിന് 7 ഡേയ്സിനുള്ളിൽ അല്ലെങ്കിൽ 250 കിലോമീറ്റർ താഴെയാണെന്നുണ്ടെങ്കിൽ റിട്ടേൺ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ. ഓക്കെ, ഈ 7 ഡേയ്സ് മാത്രം 250 കിലോമീറ്റർ എന്നുള്ളൊരു ക്രൈറ്റീരിയ ഉണ്ട് അല്ലേ? അത് വെക്കണം, കാരണം വെച്ചാൽ അതൊരു അല്ലെങ്കിൽ പ്രശ്നമാവുമല്ലോ. പിന്നെ തീർച്ചയായിട്ടും മറ്റു പർപ്പസിനൊക്കെ ഉപയോഗിച്ചിട്ട് കൊണ്ടുവരാം അല്ലേ? അതെ അതെ, അതൊരു ശ്രദ്ധിക്കേണ്ട പോയിന്റാണ് അല്ലേ? ഓക്കെ, അടുത്ത നമുക്ക് WRV കിടപ്പുണ്ടല്ലേ? ഹോണ്ട WRV. ഹോണ്ടയുടെ iVTEC എന്ന് പറഞ്ഞ ഇന്റലിജന്റ് വേരിയബിൾ വാൽവ് ടൈമിംഗ് എന്ന് പറഞ്ഞ ടെക്നോളജിയിൽ വരുന്ന എഞ്ചിനാണ്. 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ അല്ലേ? ഇതിനെങ്ങനെ മൈലേജ്? 15 കിലോമീറ്റർ കിട്ടും. പോലെ തന്നെ അത്യാവശ്യം നല്ല ബോഡി വെയിറ്റും കാര്യങ്ങളൊക്കെ വരുന്ന ഹോണ്ടയുടെ വെഹിക്കിൾ ആണ്. ഓക്കെ, അത്യാവശ്യം അലോയ് വീൽ വരുന്നുണ്ട്, ടയർ കണ്ടീഷൻ വലിയ കുഴപ്പമില്ല. ഇത് VX എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. VX സൺറൂഫ് അടക്കം വരും ഇതിന്റെ അകത്ത്. സൺറൂഫും കാര്യങ്ങളെല്ലാം സൺറൂഫ് വരും, പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് വരും, ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, അതുപോലെ AC പവർ സ്റ്റിയറിംഗ് ഒക്കെ, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ, AC സ്റ്റിയറിംഗ്, അഡാപ്റ്റീവ് കൺട്രോൾസ്, കാര്യങ്ങൾ എല്ലാം ഫീച്ചേഴ്സ് ധാരാളമായിട്ടുണ്ട്, ഓപ്ഷൻസും ഉണ്ടാവും. ഓക്കെ, പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, ഒരു ഫാബ്രിക് സീറ്റ് ആണ് നോർമലി വരുന്നത്. ഇത് വേണമെങ്കിൽ സീറ്റ് ഓർ എക്സ്ട്രാ ഇട്ടാൽ ഓൾമോസ്റ്റ് എല്ലാം ആയില്ലേ? പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അതിന്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ എങ്ങനെ വരുന്നത്? ഇതാണെങ്കിൽ നമുക്ക് 865 കിട്ടും. 2020 മോഡൽ 29,000 കിലോമീറ്റർ ഓടിയ ഹോണ്ട പെട്രോൾ എഞ്ചിൻ. ഓക്കെ, ഹോണ്ട ആകുമ്പോൾ നമുക്ക് വിശ്വസിച്ച് അല്ലേ? ഹോണ്ടയുടെ പെട്രോൾ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ റിലയബിൾ ആണ് അല്ലേ? ഓക്കെ, ഒരുപാട് ലോങ് ലൈഫ് കിട്ടുന്ന ഒരു എഞ്ചിനാണ്. അപ്പോൾ അടുത്ത ഇത് 2018 മോഡൽ ഹുണ്ടായി ഗ്രാൻഡ് ഐറ്റൺ മാഗ്നയാണ്. പക്ഷേ ഇത് നിലവിലിപ്പം കറന്റ് ബുക്കിംഗ് സ്റ്റാറ്റസ് ആണ്, ബുക്കിംഗിലാണ് അല്ലേ? അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് പറയേണ്ട കാര്യമില്ല. ഓക്കെ, ബ്രസ് അടപ്പുണ്ട്. ഡീസൽ ആണല്ലേ? ഡീസൽ ബ്രസ്സാണിത്. ബ്രസ്സിൽ തന്നെ ഓട്ടോമാറ്റിക് ZDI എന്ന് പറഞ്ഞ വേരിയന്റ്. ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ് അല്ലേ? ഡീസൽ AMT ഗിയർ ബോക്സ് ആണ് ബ്രസ്സ ഡീസലിൽ വരുന്നത്. ഓക്കെ, 1.3 ലിറ്റർ മാരുതിന്റെ എഞ്ചിന്റെ അകത്ത് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ്. ഓക്കെ, ഇത് അധികം കിട്ടാനില്ലാത്ത ഒരു പ്രോഡക്റ്റ് ആണ് അല്ലേ? ഓപ്ഷൻ ആണ്. ഇപ്പൊ നിലവിൽ ഡീസൽ എഞ്ചിൻ ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡും പ്രൊഡക്ഷൻ നിർത്തി വരുന്നതാണ്. അതുപോലെ മാരുതിയിൽ ഇല്ല, ഒട്ടുമില്ല, തീരെ വരുന്നില്ല. അപ്പോൾ ബ്രസയിൽ ഹെവി ഡിമാൻഡ് ആണ്. എല്ലാവരും ഒരുപാട് വെയിറ്റ് ചെയ്തെടുത്ത വണ്ടികളാണ്. മൈലേജ് മാരുതിയിൽ ഒരു SUV എന്ന് പറയുമ്പോൾ, ഒരു കോമ്പാക്ട് SUV മാരുതി ഇറക്കാന്ന് പറഞ്ഞ സമയത്ത് 6 മാസം 7 മാസമൊക്കെ വെയിറ്റിംഗ് പീരീഡ് ആയിരുന്നു ഈ വാഹനം ആ സമയത്ത് ഇറങ്ങിയത്. അപ്പോൾ നമുക്ക് ഇതിപ്പം നിലവിൽ 10,75,000 രൂപയ്ക്ക് 2019 മോഡൽ ഡീസൽ ZDI വാഹനം കിട്ടും. 53,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 53 ഓടിയിട്ടുള്ളൂ അല്ലേ? അതെ. ഓക്കെ, അതൊരു അഡ്വാൻറ്റേജ് ആണ് ഈ ഒരു വാഹനത്തെ സംബന്ധിച്ച്. ആക്സിഡന്റ് ഹിസ്റ്ററി അങ്ങനെ എന്തെങ്കിലും? നിലവിൽ ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും ഇപ്പം ഇതിനകത്ത് കാണുന്നില്ല. ഇത് ഡൗൺ പേയ്മെന്റ് എന്തോ വേണ്ടി വരും? ഇതിന് 90% ഇതിന് ലോൺ കിട്ടും. ബാലൻസ് ഒരു 10% നമ്മൾ ഡിപ്പെൻസ് കസ്റ്റമർ പ്രൊഫൈലും കൂടെ നോക്കണം. നമ്മൾ പറയുമ്പോൾ റാങ്കായിട്ട് പറയുന്നതല്ല, അതായത് സിബിൽ സ്കോർ അഗെയിൻസ്റ്റ് ആണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത് കസ്റ്റമർ ടു കസ്റ്റമർ വേരി ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ? അതുകൊണ്ട് ഒരുപാട് വണ്ടികൾ നടപ്പുണ്ട് അല്ലേ? ഓക്കെ, അത് നേരത്തെ പറഞ്ഞ പോലെ കളർ ഓപ്ഷൻ മൾട്ടിപ്പിൾ ആയിട്ട് മൾട്ടിപ്പിൾ കളേഴ്സ്, വേരിയൻസ്, ഫ്യൂവൽ, എല്ലാത്തിലും സെലക്ഷൻസ് ഉണ്ട് അല്ലേ? ഇത് ഏതാ വേരിയന്റ്? ഇത് ഏറ്റവും ടോപ്പ് എൻഡ് XZ പ്ലസ് ഡീസൽ എഞ്ചിൻ അല്ലേ? സെയിം 2020 മോഡൽ. ഓക്കെ, നമുക്ക് കൂടുതലും ഇപ്പൊ കണ്ട വണ്ടികളെല്ലാം അത്യാവശ്യം 2019 ശേഷമുള്ള വണ്ടികളാണ് കൂടുതലുള്ളത് അല്ലേ? ഇതിന് വാറണ്ടി എത്ര ആൾ കൊടുക്കാൻ പറ്റും? 2 വർഷം കൊടുക്കാം അല്ലേ? 25,000 കിലോമീറ്റർ 2 ഇയർ കൊടുക്കാൻ പറ്റും അല്ലേ? ഓക്കെ, അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? ഇത് 2020 മോഡൽ നെക്സോൺ XZ പ്ലസ് ആണ്. 43,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പിലാണ് വാഹനം ഇപ്പോൾ ഉള്ളത്. ഓക്കെ, കിലോമീറ്റർ എത്ര? 43,000 ഓടിയിട്ടുള്ളൂ. ഇതിന്റെ വില 60,000 രൂപയാണ് നമ്മൾ ആസ്കിംഗ് പ്രൈസ്. ഡൗൺ പേയ്മെന്റ് നേരത്തെ പറഞ്ഞ 90% വരെ നമുക്ക് ലോൺ കിട്ടും അല്ലേ? തീർച്ചയായിട്ടും കിട്ടും. ഓക്കെ, അത്യാവശ്യം സീറ്റുകളും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് വണ്ടിയിൽ കേട്ടോ. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ചെയ്തിട്ടുണ്ട്.
സീറ്റ് കവർ കാര്യങ്ങൾ ഓൾമോസ്റ്റ് എല്ലാം ഇല്ലേ, പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഫോർമാറ്റും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട്. ഫീച്ചേഴ്സ് ഉണ്ട് വണ്ടിയിൽ, അത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വണ്ടിയാണ് അല്ലേ. മൈലേജും ഉണ്ട്, അതാണ് ഈ ഒരു വണ്ടിയുടെ. അതെ അതെ, അത്യാവശ്യം മൈലേജ് ഉള്ള ഒരു വണ്ടിയാണ്. സേഫ്റ്റി നോക്കി കഴിഞ്ഞാൽ 5 സ്റ്റാർ റേറ്റിംഗ് സേഫ്റ്റി. അതെ അതെ, ടാറ്റയുടെ ഒരു ഇപ്പോഴത്തെ ഒരു മെയിൻ ഇമ്പോർട്ടൻറ്റ് കാര്യം അത് തന്നെയാണ് അല്ലേ. ഓക്കെ, ജാസ് ഇല്ലേ, ഹോണ്ടയുടെ മറ്റൊരു വണ്ടി കിടപ്പുണ്ട്. ഡീസലോ പെട്രോളോ? ഇത് പെട്രോൾ എഞ്ചിൻ VMT എന്ന് പറഞ്ഞാൽ, അതായത് മിഡിൽ ഓപ്ഷൻ. ഇതിന്റെ മുകളിൽ VX ആണ് ഉണ്ടാവുക. VX ആയിരുന്നു അല്ലേ. 2015 മോഡലാണ്. ഓക്കെ, 2015 മോഡലിൽ 55, അതായത് 55,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വേണം. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ചെയ്തിട്ടുണ്ട്. സീറ്റ് കവേഴ്സ്, അലോയ് വീൽസ് ഇൻബിൽഡ് ആണ് വരുന്നത്. മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്, സ്റ്റിയറിംഗ് കൺട്രോൾസ് കാര്യങ്ങളൊക്കെ വരും. ഓക്കെ, ഇന്റീരിയർ ഒക്കെ നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വാഹനമാണ്. ഓക്കെ, 5.45 ആണ് നമ്മൾ ഇതിന് ആസ്കിംഗ് പ്രൈസ് വരുന്നത് അല്ലേ. സിംഗിൾ ഓണർഷിപ്പ് ആണ് വാഹനം. ഓക്കെ, അലോയ് വീൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടയർ കണ്ടീഷനും അത്യാവശ്യം നല്ല ടയറാണ്. ഇത് നമ്മൾ 1 വർഷമാണ് ഈ വണ്ടിക്ക് നമ്മൾ വാറണ്ടി കൊടുക്കുന്നത്. 1 വർഷം വാറണ്ടി കൊടുക്കും. ഓക്കെ, കിലോമീറ്ററിന്റെ അടിസ്ഥാനത്തിലും ഇയറിന്റെ അടിസ്ഥാനത്തിലും 1 വർഷം വാറണ്ടി. അതിനകത്ത് എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ആയിരിക്കും 1 വർഷത്തേക്ക് വരുന്നത് അല്ലേ. ഓക്കെ, ഇതിന് ഡൗൺ പേയ്മെന്റ് എന്താ വേണ്ടി വരുന്നത്? ഇതിന് നമുക്കൊരു 80% വരെ ലോൺ ചെയ്യാൻ പറ്റും. 80% വരെ ലോൺ ചെയ്യാം. ഓക്കെ, അടുത്ത കൈഗർ അടപ്പുണ്ട് അല്ലേ. അതെ, റിനോൾട്ടിന്റെ കൈഗറാണ്. 2021 മോഡലാണ്. പ്രസന്റ്ലി ഇപ്പോൾ ഈ വാഹനം ഒരു കസ്റ്റമർ ബുക്ക് ചെയ്തിട്ടുള്ളതാണ് ഇതിന്റെ സ്റ്റാറ്റസ് ഉള്ളത്. ഓക്കെ ഓക്കെ, ലോൺ പ്രോസസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആണല്ലേ, അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ല. 2015 മോഡൽ ഡീസൽ എഞ്ചിൻ സിംഗിൾ ഓണർഷിപ്പ്. അത്യാവശ്യം മൈലേജ് ഉണ്ടല്ലേ. നല്ല മൈലേജ് ഉണ്ട്. ഒരു 18 മുകളിലേക്ക് നമുക്ക് ഇതിന് പ്രതീക്ഷിക്കാം. മൈലേജ് 1.5 ലിറ്റർ എഞ്ചിൻ. അപ്പോൾ നിങ്ങളിപ്പോൾ മാരുതി ഇങ്ങനത്തെ ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഫോർഡ് എന്ന് പറയുമ്പോൾ അമേരിക്കൻ ബ്രാൻഡാണ്. അപ്പോൾ അതിന്റെ എഞ്ചിൻ സ്പെക്ക് കുറച്ചും കൂടെ കൂടുതലായിരിക്കും. ബോഡി ക്വാളിറ്റിയും എഞ്ചിന്റെ ക്വാളിറ്റിയും കൂടുതലായിരിക്കും. നിലവിൽ ഇപ്പോൾ ഫോർഡ് മാർക്കറ്റിൽ പ്രസന്റ്ലി പുതിയ വാഹനം അവൈലബിൾ അല്ലാന്നേ ഉള്ളൂ. പക്ഷെ ഇതിന്റെ സർവീസും കാര്യങ്ങളൊക്കെ എല്ലാ സ്ഥലങ്ങളിലും എല്ലാ പ്രശ്നമല്ല, കുറേ വർഷത്തേക്ക് അവൈലബിൾ ആയിരിക്കും. നിലവിലൊരു കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ 2015 മോഡൽ ഫിഗോ. 2015 ടയർ കണ്ടീഷൻ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ഉണ്ട്. അലോയ് വീൽസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വേരിയന്റ് ഏത്? ഇത് ഓപ്ഷൻ വരുന്നത് ടൈറ്റാനിയം ആണ് അല്ലേ. അന്നേരം അത്യാവശ്യം ഫീച്ചേഴ്സ് വരും. പവർ വിൻഡോസ് വരുന്നുണ്ട്, സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ട്. പിന്നെ എ സി നമുക്ക് ഓട്ടോ AC ആണ് വരുന്നത് അല്ലേ. ഓട്ടോ AC വരുന്നുണ്ട്, മ്യൂസിക് പ്ലെയർ വരുന്നുണ്ട്. സീറ്റ് കവർ ഫാബ്രിക് ആണ് ഇതിനകത്ത് ഉള്ളത്. ഫ്ലോർ നോർമൽ ഒരു പീസ് മാറ്റും കാര്യങ്ങളെല്ലാം വണ്ടിയിൽ ചെയ്തിട്ടുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വാഹനം തന്നെയാണ്. ഇതേതാ വേരിയന്റ് ഏതാ? ഇത് ഫുൾ ഓപ്ഷൻ ആൽഫ അല്ലേ. പെട്രോളോ ഡീസലാ? പെട്രോൾ. ആ സമയത്ത് ഡീസൽ ഉണ്ടായിരുന്നല്ലോ അല്ലേ. ഡീസൽ ഉണ്ട്, പക്ഷേ ഇത് പെട്രോൾ എഞ്ചിനാണ്. ഓക്കെ ഓക്കെ, അലോയ് ആഡ് ഓൺ ചെയ്തതാണ്. അലോയ് ഉണ്ട് വാഹനത്തിന്, പക്ഷെ അതിന്റെ പുറത്ത് സെപ്പറേറ്റ് ആയിട്ട് കസ്റ്റമർ നല്ല ടയേഴ്സും അലോയ്സും ഒക്കെ ചെയ്തിട്ടുണ്ട്. പ്രൊഫൈലൊക്കെ ആക്സസറീസ് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. പ്രൊഫൈലൊക്കെ മാറ്റിയിട്ടുണ്ട് അല്ലേ. പ്രൊഫൈൽ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ക്രോം ഫിനിഷിംഗ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ബാക്കിലും കുറച്ച് ക്രോംസ് ഒക്കെ കാണാം. അത്യാവശ്യം വണ്ടി നല്ല നീറ്റാക്കി വെച്ചിട്ടുണ്ട് അല്ലേ. അതെ, അടിപൊളി. റെഡിന്റെ നല്ലൊരു സെറാമിക് ഒക്കെ ചെയ്ത പോലെയുള്ള ഫിനിഷ് ഉണ്ട് കേട്ടോ. അപ്പോൾ അകത്ത് സീറ്റിനകത്തും ആ കളറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഫീച്ചേഴ്സിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ടതല്ല, അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വാഹനത്തിനകത്തുണ്ട്. അത്യാവശ്യം ഇന്റീരിയർ ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം വാഹനത്തിനുണ്ട്. ഇതിന്റെ കിലോമീറ്ററും പ്രൈസും ഒക്കെ എങ്ങനെ വരുന്നത്? ഇത് കിലോമീറ്റർ വരുന്നത് 41,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വണ്ടി. ഓക്കെ, 41,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പിലാണ് 7 ലക്ഷം രൂപ നമ്മൾ ആസ്ക് ചെയ്യുന്നത് അല്ലേ. ഇത് ഡൗൺ പേയ്മെന്റ് എന്താ വേണ്ടി വരും? ഇത് മാരുതി ആയതുകൊണ്ട് തന്നെ മാക്സിമം ലോൺ ഉണ്ട്. ചില കസ്റ്റമേഴ്സ് നല്ല പ്രൊഫൈലാണെന്നുണ്ടെങ്കിൽ 90 to 95% വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അല്ലേ. ഓക്കെ, ഇതിന് വാറണ്ടി നമുക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും? വാറണ്ടി 2 വർഷം വാറണ്ടി, 25,000 കിലോമീറ്റർ ഓർ 2 വർഷം കൊടുക്കാൻ പറ്റും അല്ലേ. എഞ്ചിൻ ഫസ്റ്റത്തെ വർഷം ഇതിനകത്ത് എഞ്ചിൻ, ഗിയർ ബോക്സ്, AC കംപ്രസർ, ECM ഇതിന് വരെ കിട്ടും. അത് 15,000 കിലോമീറ്റർ ആയിരിക്കും. ദെൻ നെക്സ്റ്റ് ഇയറിലാണ് 10,000 കിലോമീറ്റർ എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ്. അങ്ങനെ ഒരു വാറണ്ടിന്റെ ഒരു സ്പെക്ക് വരുന്നത് അല്ലേ. ഓക്കെ, അടുത്ത നമ്മുടെ ഫിഗോ അടപ്പുണ്ട് അല്ലേ. അതെ, ഇത് 2017 മോഡൽ പെട്രോൾ വാഹനമാണിത്. ഓക്കെ, 2017 മോഡൽ 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിൻ. ഓക്കെ, ഇത് മൈലേജ് ഒക്കെ എന്തോ വീഴുവന്? ഇതിന് മൈലേജ് അറൗണ്ട് ഒരു 15-16 കിലോമീറ്റർ മൈലേജ് വീഴും അല്ലേ. ഓക്കെ, ആക്സിഡന്റ് ഹിസ്റ്ററി അങ്ങനെ ഒന്നുമില്ല. അത്യാവശ്യം നല്ല ബോഡി ക്വാളിറ്റിയും കാര്യങ്ങളുള്ള ഒരു വണ്ടിയാണ് അല്ലേ. നമ്മളൊരു വണ്ടി എടുക്കുമ്പോൾ എന്താ കാര്യങ്ങൾ ബേസിക്കലി ചെക്ക് ചെയ്യാറുണ്ട്? ബേസിക്കലി നമുക്കിപ്പോൾ 141 ചെക്ക് പോയിന്റ്സ് ഉണ്ട്. അതിനകത്ത് A to Z, അതായത് ടയർ മുതൽ പെയിന്റ് വരെ നോക്കും. എല്ലാം ചെക്ക് ചെയ്തിട്ടാണ് എടുക്കുന്നത്. കംപ്ലീറ്റ് കാര്യങ്ങൾ അതിനകത്ത്. ഇപ്പോൾ ബൈ റോഡിലോടുന്ന വാഹനമാണ്. എല്ലാ വണ്ടിക്കും പ്ലസും മെറിറ്റും ഡിമെറിറ്റും ഉണ്ടാകും. ചിലത് ഷോറൂം കണ്ടീഷൻ എന്ന് പറഞ്ഞാലും വണ്ടി ഓടിയ വണ്ടിയാണ്. നെറ്റിലും ബോൾട്ടിലും ഓടിയതാണ്. അതിന്റെ വിയർ ആൻഡ് ടിയർ നമ്മൾ എപ്പോഴും കാണണം. പക്ഷെ അത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ 2 വർഷം വാറണ്ടി കൊടുക്കുന്നത്. എന്നിരുന്നാലും 141 ചെക്ക് പോയിന്റ്സിന്റെ അകത്ത് നമ്മൾ A to Z കാര്യങ്ങൾ അതിനകത്ത് മെൻഷൻ ചെയ്യും. നമുക്ക് www.carandbike.com എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് വരുന്നുണ്ട്. ഈ വെബ്സൈറ്റിന്റെ അകത്ത് നിങ്ങൾ ഓരോ വാഹനങ്ങൾ ചെക്ക് ചെയ്യുക. അതിനകത്ത് അതിന്റെ വാല്യുവേഷൻ റിപ്പോർട്ട് ഉണ്ടാവും. അതിനകത്ത് ഇപ്പോൾ ടയർ ലൈഫ് അങ്ങനെ എല്ലാ കാര്യങ്ങളും ആ സൈറ്റിൽ കൂടെ മാത്രം നമുക്ക് ചെക്ക് ചെയ്തിട്ട് അതിൽ തന്നെ കാർ റിസർവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. കാരണം അതിനകത്ത് A to Z കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. ഫോട്ടോസ് എല്ലാ ആംഗിളിൽ നിന്നുള്ള എല്ലാ ഇന്റീരിയറും എക്സ്റ്റീരിയറും എല്ലാ ആംഗിളിൽ നിന്നുള്ള ഫോട്ടോസും അതിനകത്തുണ്ടാവും.
അതായത് ഇപ്പോൾ ഒരു കസ്റ്റമർ, ഇപ്പോൾ NRI കസ്റ്റമർ പോലെ പുറത്തുള്ള ഒരു ആളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇവിടെ വന്ന് ഷോറൂമിൽ വന്ന് നേരിട്ട് വണ്ടി എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു ഫീൽ ആ വെബ്സൈറ്റിൻ്റെ അകത്ത് നിന്ന് കിട്ടും. അത്രയും ഡീറ്റെയിൽസ് ഉണ്ടാവും അല്ലേ? ഡീറ്റെയിൽസ് അതിൻ്റെ അകത്ത് ഉണ്ടാവും. പിന്നെ ബാലൻസ് നമ്മളായിട്ടുള്ള ഒരു ട്രസ്റ്റ്, അതായത് നമ്മൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിലും പ്ലസ് അതിന്റെ പുറത്ത് വാറണ്ടി സപ്പോർട്ട് ചെയ്യുന്നതിനെ കൊണ്ട് കസ്റ്റമർക്ക് ശരിക്കും പറഞ്ഞാൽ വണ്ടി ഇവിടെ വന്ന് കാണാതെ തന്നെ നമ്മൾ ഹോം ഡെലിവറി വീട്ടിൽ കൊടുക്കും. അങ്ങനെ ഫെസിലിറ്റി ഉണ്ട്. ഓൾ കേരള ഇപ്പോൾ അക്രോസ് കേരള കംപ്ലീറ്റ് അങ്ങനെ ഹോം ഡെലിവറി പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളിലും NRI കസ്റ്റമേഴ്സ് കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? അതൊരു പ്ലസ് പോയിന്റ് ആണ്. ഈ വീഡിയോ കാണുന്ന ഒരുപാട് NRIs ഉണ്ട്, അവർക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ് അല്ലേ? ഓക്കെ, അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് വരാം. ഇത് 2017 മോഡൽ ഫോർഡ് ഫിഗോ ആണ്. 58,000 കിലോമീറ്റർ, 58,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വാഹനം വരുന്നത്. 4,20,000 രൂപയാണ് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ്. 420 അല്ലേ? ടൈറ്റാനിയം ആണ് ഓപ്ഷൻ വരുന്നത്. ടൈറ്റാനിയം ഓപ്ഷൻ ആണ്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വാഹനത്തിലുണ്ട്. നമ്മൾ മറ്റേ വാഹനം കണ്ടതുപോലെ തന്നെ നമുക്ക് സീറ്റ് കവർ ഫാബ്രിക് ആണ് വരുന്നത്. ബാക്കി പ്രശ്നങ്ങളൊന്നുമില്ല. ഫ്ലോർ മാറ്റും കാര്യങ്ങളെല്ലാം വാഹനത്തിൽ ചെയ്തിട്ടുണ്ട്. ഇതിന് നമുക്ക് വാറണ്ടി, ഇതിന് നമുക്ക് 2 വർഷം വാറണ്ടി, 2 വർഷം വാറണ്ടി കൊടുക്കാം അല്ലേ? ഓക്കെ, നമ്മുടെ ഹോണ്ട സിറ്റി ആണ് പോകണ്ടല്ലേ? അടുത്തതായിട്ടുള്ള അതായത് സെഡാനിലെ പ്രീമിയം സെഡാൻ ആണ് ഹോണ്ട സിറ്റി. 97 മുതൽ ഇപ്പോഴും റോഡിൽ ഗ്രിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും കൂടുതൽ വിറ്റുകൊണ്ടിരിക്കുന്ന ഒരു വാഹനമാണ് പ്രീമിയം സെഡാൻ. അതിന്റെ തന്നെ ഓട്ടോമാറ്റിക് ഓപ്ഷൻ ആണ്. ഇത് ഓട്ടോമാറ്റിക് ആണല്ലേ? വേരിയന്റ് VX ആണല്ലേ? പെട്രോളോ ഡീസലോ? പെട്രോൾ ഓപ്ഷൻ ആണ്. പെട്രോൾ ഓപ്ഷൻ ആണല്ലേ? ഡീസലിൽ ഹോണ്ട സിറ്റി ഓട്ടോമാറ്റിക് ഇറങ്ങിയിട്ടില്ല. ഓട്ടോമാറ്റിക് ഇല്ലല്ലോ? ശരിയാണ്, പെട്രോൾ ഓപ്ഷനിൽ മാത്രം ഓട്ടോമാറ്റിക് ഉള്ളൂ. ഓക്കെ, ടയർ കണ്ടീഷൻ വലിയ കുഴപ്പമില്ല. അലോയ് വീൽസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. VX എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. AC, പവർ സ്റ്റിയറിംഗ്, ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, അതേപോലെ അലോയ് വീൽസ്, റിയർ ഡിഫോഗർ ലൈൻസ്, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ആയിരിക്കും AC വരുന്നത്. ഓക്കെ, ക്രൂയിസ് കൺട്രോൾ വരും. പിന്നെ അതേപോലെ ഇതിന്റെ പ്രത്യേകത വെച്ചാൽ ഓട്ടോമാറ്റിക്കലും തന്നെ കണ്ടിന്യൂസ്ലി വേരിയബിൾ ട്രാൻസ്മിഷൻ ബോക്സ് ആണ് ഇതിൽ വരുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള മൈലേജും വാഹനത്തിലുണ്ടാവും. കുറച്ചുകൂടെ മൈലേജ് CVT-ലാണ് ഈ വാഹനത്തിൽ പറയുന്നത്. പാഡിൽ ഷിഫ്റ്റേഴ്സ് ഉണ്ടാവും. സ്പോർട്ടി ആയിട്ട് ഓടിക്കേണ്ട ആളുകൾ കാണുന്നുണ്ടെങ്കിൽ പാഡിൽ ഷിഫ്റ്റ് വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇതിന് പ്രൈസ് എന്താ ഉദ്ദേശിക്കുന്നത്? ഇതിന് നമ്മൾ 12.5 ലക്ഷം രൂപയാണ് ഇവിടെ ആസ്ക് ചെയ്തത്. 12.5 ചെറിയ രീതിയിൽ നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാം. ഇതിന് ഡൗൺ പേയ്മെന്റ് എന്താ വേണ്ടി വരും? ഒരു 85 to 90% വരെയൊക്കെ ലോൺ ചെയ്യാം. 10 ലക്ഷത്തിന് മുകളിലേക്ക് ആവുന്ന സമയത്ത് നമ്മൾ എല്ലാ കസ്റ്റമേഴ്സിന്റെ അടുത്തും നിങ്ങൾക്ക് 90% ലോൺ തരുമെന്ന് പറയാൻ പറ്റില്ല. പ്രൊഫൈലും കൂടെ ചെക്ക് ചെയ്യും ബാങ്ക്. ഒരു അബൌട്ട് 10 lakh ആവുന്ന സമയത്ത് അത്യാവശ്യം നല്ല സിബിൽ സ്കോറും വേണ്ടി വരും. കൂടുതൽ വരുമ്പോഴത്തേക്ക് അതൊരു പ്രശ്നമുണ്ട്. പിന്നെ അതേപോലെ ഇതിനിപ്പം 10 ലക്ഷത്തിന്റെ മുകളിലേക്ക് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ എത്രയ്ക്കാണോ അത് സെയിൽ ചെയ്യുന്നത് അതിന്റെ 1% TCS അടയ്ക്കണം, ടാക്സ് കളക്ഷൻ അറ്റ് സോഴ്സ്. അത് നെക്സ്റ്റ് ഇയർ കസ്റ്റമർ IT ഫയൽ ചെയ്യുന്ന സമയത്ത് റീഫണ്ട് ആയിട്ട് കയറുകയും ചെയ്യും. ഓക്കെ, പിന്നെ വാറണ്ടി 2 years 25,000 കിലോമീറ്റർ. ഓക്കെ, i10. യെസ്, ഹുണ്ടായി ഗ്രാൻഡ് i10 മാഗ്നയാണ് ഓപ്ഷൻ വരുന്നത്. ഓക്കെ, 2014 മോഡൽ. 14 മോഡൽ അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മുടെ വാറണ്ടിയിൽ കവർ ആവത്തില്ല അല്ലേ? വാറണ്ടി ഇതിന് 1 year വാറണ്ടി വരും. 1 year കൊടുക്കാം അല്ലേ? കൊടുക്കാൻ പറ്റും. ഓക്കെ, കിലോമീറ്റർ കുറവാണ്. കിലോമീറ്റർ നമുക്ക് വരുന്നത് 69,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 2014 മോഡൽ. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണല്ലേ? ഓക്കെ, അത്യാവശ്യം ഒരു ഫാമിലിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു വാഹനമാണ്. അത്യാവശ്യം നല്ല ബോഡി ക്വാളിറ്റി ഉണ്ട്. ഇപ്പം നിലവിൽ മെക്കാനിക്കൽ കംപ്ലൈൻസോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഓക്കെ, അതുപോലെ സിറ്റി ലൈഫിനൊക്കെ പറ്റിയൊരു വണ്ടിയാണല്ലേ? വളരെ ഇവിടെ കൊണ്ടും പാർക്ക് ചെയ്യാനും കാര്യമൊക്കെ വളരെ എളുപ്പമാണ്. എനിക്കത് കൂടുതലും എല്ലാ ലേഡീസും സിറ്റി ലൈഫ് അങ്ങനെയൊക്കെ ഉള്ള സെക്കൻഡ് വണ്ടിയായിട്ട് പോലും എടുക്കുന്നുണ്ട് അല്ലേ? ഓക്കെ, നമുക്ക് 3,60,000 രൂപയ്ക്ക് ഈ വാഹനം കിട്ടും. അതിനകത്ത് ചെറിയ രീതിയിൽ നെഗോസിയേഷൻ വർക്ക്ഔട്ട് ചെയ്യാം. 90% അടുത്ത് ലോണും കിട്ടും അല്ലേ? വാറണ്ടി 1 year കൊടുക്കാം അല്ലേ? മഞ്ഞ ടോപ്പ്, അത് ഒരു നീലയും പച്ച കളറാണല്ലേ? ഓക്കെ, ഒരു സ്പെഷ്യൽ കളറാണ് അല്ലേ? ടിയാഗോയിൽ ഒരു വൈബ്രന്റ് ആയിട്ട് നിൽക്കുന്ന കളർ. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? ഇത് 2020 മോഡൽ XZ പ്ലസ് ആണ്. ഏറ്റവും ഫുൾ ഓപ്ഷൻ വെഹിക്കിൾ ആണ്. അതായത് ടിയാഗോയിലെ ന്യൂ ഫേസ് ആണ്, ന്യൂ ഫേസ് ലിഫ്റ്റ് ആയിട്ടുള്ള വേണം. ഓക്കെ, അതിനകത്ത് എല്ലാ ഫീച്ചറും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പെട്രോൾ ആണ് വാഹനം, പെട്രോൾ മാനുവൽ അല്ലേ? പെട്രോൾ മാനുവൽ ആണ് വരുന്നത്. ഫീച്ചറും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അത്യാവശ്യം സേഫസ്റ്റ് ആയിട്ടുള്ള വാഹനം കൂടിയാണ് ടിയാഗോ എന്ന് പറയുന്നത്. ഇതിന്റെ പ്രൈസ് ഇത് നമുക്ക് 5,30,000 രൂപയ്ക്ക് കിട്ടും. 5,30,000 അല്ലേ? വാറണ്ടിയും 2 വർഷം വാറണ്ടിയും കിട്ടും. ലോണും കിട്ടും. 90% വരെ കിട്ടും അല്ലേ? അടുത്ത നമ്മുടെ കിഡ് 2 കളമുണ്ട്. ഏതൊക്കെ വേരിയന്റ്? രണ്ടും RXT ആണ്. വെഹിക്കിൾ ആണ്. ഇത് 2000 ബ്ലൂ വരുന്നത് 2021, റെഡ് വരുന്നത് 2018 മോഡലാണ്. ഇതിന് 3,60,000 രൂപയും ഇതിന് 4,70,000 രൂപയും വരും. ആ ഒരു ഇയറിന്റെ ഡിഫറൻസ് കൊണ്ടുള്ള പ്രൈസ് വേരിയേഷൻ മാത്രമേ ഉള്ളൂ. രണ്ടും ഓൾമോസ്റ്റ് സെയിം കിലോമീറ്റർ ആണ്. 15 20 ഇത് 5,000 കിലോമീറ്റർ ഡിഫറൻസ്. ഇത് 15, ഇത് 20, ഇത് 15. ഇത് 15. ചെറിയ വ്യത്യാസമേ ഉള്ളൂ അല്ലേ? ഓക്കെ, ഈ ചെറിയ സമയം കൊണ്ട് ഇത് ഇച്ചിരി കൂടുതൽ ഓടിയില്ലേ? ഓക്കെ, ഇന്റീരിയർ വൈസ് കുറച്ചുകൂടെ കാണാൻ അട്രാക്റ്റീവ് ചെയ്ത വണ്ടിയാണല്ലേ?
ആ ഒരു കിലോമീറ്റർ കുറവിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിനകത്ത് വ്യക്തമായിട്ട് കാണാം. ലോൺ എത്ര വരെ വീഴും? രണ്ടിനും 90% 90% വരെ ലോൺ വീഴും അല്ലേ? വാറണ്ടി എങ്ങനെ കൊടുക്കാൻ പറ്റും? വാറണ്ടി രണ്ടിനും 2 വർഷം 25,000 കിലോമീറ്റർ. 2 വർഷം കൊടുക്കാം അല്ലേ? ഓക്കെ ഓക്കെ. അടുത്ത അമേസ് കിടപ്പുണ്ട്. അമേസ് ഡീസലോ പെട്രോളോ? അമേസ് അത് വീണ്ടും ഓട്ടോമാറ്റിക് അമേസ് പെട്രോൾ എഞ്ചിൻ. ഓട്ടോമാറ്റിക് പെട്രോൾ അല്ലേ? ഡീസൽ എഞ്ചിൻ വരുന്നുണ്ട്, ഇത് പെട്രോൾ എഞ്ചിൻ ആണ്. ഓക്കെ. 1.2 ലിറ്റർ IV ടെക് VCVT ആണ് ഓപ്ഷൻ വരുന്നത്. മിഡിൽ ഓപ്ഷൻ എന്ന് പറയാം, VX ആണ് ഫുൾ ഓപ്ഷൻ വരിക. അതിന് തൊട്ട് താഴെ അതായത് വിയും VX ഉം തമ്മിൽ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിന്റെ മാത്രം ഡിഫറൻസ് വരുന്നുള്ളൂ. ഇതിൽ നമുക്കത് ആക്സസറീസ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, ആ സിസ്റ്റം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫുൾ ഓപ്ഷൻ തന്നെ പറയാം. ഓക്കെ ഓക്കെ. അലോയ് വീൽസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഓട്ടോമാറ്റിക് ആണ് എന്നുള്ളത് ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ് ഈ ഒരു വാഹനത്തിന്. പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്, സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്, ഇൻഫർടൈൻമെന്റ് സിസ്റ്റം അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഓട്ടോമാറ്റിക് AC ആണ് വാഹനത്തിൽ വരുന്നത്, അതൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. പിന്നെ നമുക്ക് ഓട്ടോമാറ്റിക് ആണ്, പിന്നെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ AC വരുന്നുണ്ട്. ഇത്രയുമാണ് വളരെ കുറഞ്ഞ കിലോമീറ്റർ, വെറും 12,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 2020 മോഡൽ. 12,000 ഓടിയിട്ടുള്ളൂ. 2020. പ്രൈസ് എങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്നത്? പ്രൈസ് നമ്മൾ വരുന്നത് 8,20,000 രൂപയാണ് നമ്മൾ ചോദിക്കുന്നത്. വാറണ്ടി 2 വർഷം 25,000 കിലോമീറ്റർ വാറണ്ടി കൊടുക്കാം അല്ലേ? ഓക്കെ. അടുത്ത നമ്മുടെ WRV വീണ്ടും കിടപ്പുണ്ട് അല്ലേ? ഇത് WRV 2020 മോഡൽ ഡീസൽ എഞ്ചിനാണ്. 1.5 ലിറ്റർ ഡീസൽ എഞ്ചിൻ. ഓക്കെ. ഈ ഹോണ്ടയുടെ കാര്യത്തിൽ ഇനി ഡീസൽ എഞ്ചിൻ ഇല്ല അല്ലേ? ഡീസൽ എഞ്ചിൻ ഇപ്പൊ നിലവിൽ ഹോണ്ട ടെർമിനേറ്റ് ചെയ്തെന്ന് പറയും. അതെ നിർത്തി. അപ്പൊ ഇതിന് ഡിമാൻഡ് കൂടുന്ന ഒരു വാഹനമാണ്. അത്യാവശ്യം എല്ലാ ഓപ്ഷനും വരുന്നുണ്ട്. VX ആണ് ഇത് വരുന്നത്. ബട്ടൺ സ്റ്റാർട്ടിങ് കാര്യങ്ങൾ വരും, അതുപോലെ സൺറൂഫ് വരും, പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് ആണ്, ഫുള്ളി അതായത് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ, AC, ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. ഇത് ടിയാഗോ വരുന്നത് XM ആണ്. XM ആണ് അല്ലേ? 2017 മോഡൽ XM, രണ്ടാമത്തെ വേരിയന്റ് അല്ലേ? അതെ. ഓക്കെ. കിലോമീറ്റർ കുറവാണ്, 26,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വാഹനം ഇപ്പം നിലവിൽ നിൽക്കുന്നത്. ഓക്കെ. പ്രൈസിങ് വരുന്നത് 4,30,000 ഈ വാഹനം കിട്ടും. 4,30,000 രൂപ. സെക്കൻഡ് ഓണർ, 26,000 കിലോമീറ്റർ ഓടിയ ടിയാഗോ XM സെക്കൻഡ് വേരിയന്റ്. 2 വർഷം വാറണ്ടി ഉണ്ട്. ഡൗൺ പേയ്മെന്റ് 90% ലോൺ കിട്ടും അല്ലേ? ആൾട്രോസ് കിടപ്പുണ്ട്. ആൾട്രോസ് 2020 മോഡലാണ്. 2020 മോഡൽ ആൾട്രോസിന് കിലോമീറ്റർ വളരെ കുറവാണ്, 10,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 10,000 ഓടിയിട്ടുള്ളൂ. ഏത് വേരിയന്റ്? അത് XM ആണ് ഓപ്ഷൻ വരുന്നത്. സെക്കൻഡ് വേരിയന്റ് അല്ലേ? രണ്ടാമത്തെ വേരിയന്റിലെ ആൾട്രോസ് ആണ്. അത്യാവശ്യം ഫീച്ചർ ഉണ്ടല്ലോ, ബേസിക് ആയിട്ടുള്ള ഫീച്ചർ എല്ലാ വാഹനത്തിലുണ്ട്. എല്ലാ ഫീച്ചേഴ്സും വാഹനത്തിനകത്ത് വരുന്നുണ്ട്. ഓക്കെ. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അൾട്രോസ് അറിയാലോ, 5 സ്റ്റാർ റേറ്റിംഗ് ഇപ്പോൾ സേഫ്റ്റിനകത്ത് വണ്ടിയാണ്. അതെ, സീറ്റ് കവറൊക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. നോർമൽ മ്യൂസിക് പ്ലെയർ വരുന്നുണ്ട്. മാനുവൽ ആണ് വേരിയന്റ് വരുന്നത്. അത്യാവശ്യം ഒന്ന് ആഡ് ഓൺ ചെയ്യേണ്ടി വരിക എന്ന് പറഞ്ഞാൽ ആ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം വേണമെന്നുണ്ടെങ്കിൽ കസ്റ്റമേഴ്സിന് ആഡ് ഓൺ ചെയ്യാം. അലോയ് വീൽസ്, എക്സ്റ്റീരിയർ ലുക്ക് വേണമെന്നുണ്ടെങ്കിൽ അലോയ് വീൽസ് ആഡ് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം എല്ലാ പ്രൈസ് എങ്ങനെയാണ്? 6.5 lakhs ആണ് നമ്മൾ ആസ്ക് ചെയ്യുന്നത്. ചെറിയ രീതിയിൽ നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാം. 90% ലോൺ സൗകര്യം കിട്ടും. 2 വർഷം വാറണ്ടി ഉണ്ടാവും. വാറണ്ടി ഉണ്ട് അല്ലേ? ഇതും നമ്മൾ ബുക്ക് ചെയ്തിട്ട് ഒരുപാട് കാത്തിരിക്കേണ്ട ഒരു വണ്ടിയാണ് അല്ലേ? വളരെ വെയിറ്റിംഗ് പീരീഡ് ഉള്ള ഒരു വണ്ടിയാണ്. അപ്പോൾ അതുപോലെ ബ്ലാക്ക് കളറും GT വേരിയന്റ് ആണ് അല്ലേ? ഇത് GT HTX പ്ലസ് എന്ന് പറഞ്ഞ GT ലൈനിലെ ഏറ്റവും ടോപ്പ് എൻഡ് സൺറൂഫ് ഒക്കെ വരുന്ന 1 ലിറ്റർ എഞ്ചിനാണ്. 1 ലിറ്റർ പെർഫോമൻസ് ഉള്ളവർക്ക് പെർഫോമൻസ് ഉണ്ട്. അത്യാവശ്യം മാനുവൽ ആണോ ഓട്ടോമാറ്റിക് ആണോ വെച്ചാൽ ക്ലച്ച്ലെസ് ആണ്, പക്ഷേ ഗിയർ നമ്മൾ ചേഞ്ച് ചെയ്യണം. അതെ അതെ. അത്യാവശ്യം നല്ല സ്പോർട്ടി ആയിട്ട് ഓടിക്കാൻ. അതെ, ഓടിക്കാൻ അടിപൊളിയാണ്. നല്ല രസമാണ് IMT ഓടിക്കാൻ. സ്പെഷ്യൽ ഫീൽ ആണ്. വെയിറ്റിംഗ് പീരീഡ് ആണ് വണ്ടി. 6 മാസത്തിന് മുകളിൽ ഷോറൂമിൽ വെയിറ്റിംഗ് പീരീഡ് ഉണ്ടാവും. ഓക്കെ. ഇത് എങ്ങനെയാണ് കിലോമീറ്റർ പ്രൈസ്? 2020 മോഡലാണ്. 30,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ് വാഹനം. ഓക്കെ. സൺറൂഫും കാര്യങ്ങളെല്ലാം ഉണ്ട് വണ്ടിയിൽ. സൺറൂഫ് കാര്യങ്ങൾ. ഇത് പ്രൈസിങ് വരുന്നത് ഇതിന് 12,15,000 രൂപയാണ് ആസ്കിംഗ് പ്രൈസ്. ഇത് നോർമൽ സോണറ്റിന് നിങ്ങളിപ്പോൾ എന്തുകൊണ്ട് ഇത്രയും വില എന്നുള്ള ഇത് വരും. ഇതിന് ഓൾമോസ്റ്റ് പുതിയ വാഹനത്തിന് 14 ലക്ഷം രൂപേൻ്റെ അടുത്ത് 13,90 പ്ലസ് ആക്സസറീസ് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അത്യാവശ്യം കോസ്റ്റ്ലി ആണ്. പിന്നെ ഇതിന് ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. റിനോൾട്ടിന്റെ ട്രൈബർ ആണ്. 7 സീറ്റർ ഒരു നോർമൽ ബഡ്ജറ്റിലുള്ള അതായത് സാധാരണക്കാർക്ക് അതായത് ഫാമിലി കൺസെപ്റ്റിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്, അതായത് നമ്മളെ ഇന്ത്യൻ റോഡ്സിന് വേണ്ടി റിനോൾട്ട് പ്രത്യേകം ഡിസൈൻ ചെയ്തൊരു സാധനമാണ്. 1 ലിറ്റർ എഞ്ചിനിൽ ട്രൈബർ വരുന്നുണ്ട്. 19,000 കിലോമീറ്റർ ഓടി. 4 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയിട്ടുണ്ട് ഈ വാഹനത്തിന് അല്ലേ? 4 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം പ്രോഡക്റ്റ് നല്ലതാണ്. അത്യാവശ്യം ഇന്റീരിയർ ക്വാളിറ്റി ഉണ്ട് കേട്ടോ. അത്യാവശ്യം ഫീച്ചേഴ്സും വരുന്നുണ്ട്. ടച്ച് സ്ക്രീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ടൺ സ്റ്റാർട്ടിങ് കാര്യങ്ങളൊക്കെ വരും. സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. പുഷ് ബട്ടൺ സ്റ്റാർട്ടാണ് വരുന്നത് അല്ലേ? സീറ്റ് കവർ ഉണ്ട്. 4 ഡോറും പവർ വിൻഡോ വരുന്നുണ്ട്. പിന്നെ 7 പേർക്ക് അത്യാവശ്യം സഞ്ചരിക്കാം. RXT എന്ന് പറഞ്ഞ വേരിയന്റ് ആണ് അല്ലേ? ഓക്കെ. ട്രൈബർ. ഇത് കിലോമീറ്ററും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? കിലോമീറ്റർ വളരെ കുറവാണ്. 20,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 6,10,000 രൂപയ്ക്ക് നമുക്ക് വാഹനം കിട്ടും. 2019 മോഡൽ. ഓക്കെ. ലോണ് 90% ലോൺ കൊടുക്കാം അല്ലേ? ഓക്കെ. അടുത്ത ബെലേനോ ആണ് അല്ലേ? വീണ്ടും ബെലേനോ ആണ്. ബെലേനോ ന്യൂ ഷേപ്പ് ആണ്. ഇത് നമ്മളിപ്പോൾ കുറച്ച് നേരം മുമ്പ് കണ്ട വാഹനം അതിന്റെ അടുത്ത ഓപ്ഷൻ ആണ്. ഇതാകുമ്പോൾ 2020 മോഡൽ വരും. 20 മോഡലിൽ കിലോമീറ്റർ വളരെ കുറവാണ്. 12,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ.
7,95,000 രൂപയ്ക്ക് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി കിട്ടും. 790. വേരിയൻ്റ് ഏത്? ഇത് നമ്മൾ വരുന്നത് സീറ്റി ആണ്. സീറ്റി ആണ് അല്ലേ? തേർഡ് വേരിയൻ്റ് ആണ്. സീറ്റ് വറും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല നീറ്റ് വണ്ടിയാണ് കേട്ടോ. പിന്നെ വണ്ടിയും കാണാൻ ലുക്കാണ്. മൈലേജും അത്യാവശ്യം നല്ല രീതിയിൽ വാഹനത്തിനുണ്ട്. നല്ല മൈലേജ് ഉണ്ട്. ഓക്കെ. അടുത്ത നമ്മുടെ മാരുതിയുടെ എസ്-ക്രോസ് ഡീസൽ. അത്യാവശ്യം ഒരു പെർഫോമൻസ് ഒക്കെ താല്പര്യമുള്ളവർക്ക് പറ്റിയ വണ്ടിയാണ് അല്ലേ? കംഫർട്ടും അത്യാവശ്യം വണ്ടിയിലുണ്ട്. ഏതാ വേരിയൻ്റ് ഇത്? ഇത് ഓപ്ഷൻ വരുന്നത് ആൽഫയാണ്. ഫുൾ ഓപ്ഷൻ വേരിയൻ്റ് ആണ് അല്ലേ? ഓക്കെ. ഇത് ഡീസലാണ് അല്ലേ വണ്ടി? ഡീസലാണ്. എസ്-ക്രോസിൽ 2 എഞ്ചിൻ സ്പെക്ക് വരുന്നുണ്ട്. 1.3 ആൻഡ് 1.6. 1.3 ആണിത്. 1.3 ആയ സമയത്ത് അതായത് മെയിൻ്റനൻസ് വൈസ് കുറച്ച് കുറവായിരിക്കും, മൈലേജ് കൂടുതലായിരിക്കും. അതിൽ തന്നെ ആൽഫയാണ് ഓപ്ഷൻ വരുന്നത്. 2017 മോഡൽ. ഓക്കെ. 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പാണ്. വേറെ ബോഡി ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഡീസൽ എഞ്ചിൻ. ഇപ്പോൾ പ്രത്യേകിച്ച് ഈ മാരുതിയിൽ ഡീസൽ എഞ്ചിൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ വണ്ടിക്ക് നല്ല ഡിമാൻഡാണ്. ഓക്കെ. 8,25,000 രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കിട്ടും. വണ്ടി കൊടുക്കാം അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കിഡ് ഇപ്പോൾ എല്ലാ വാഹനങ്ങളിലും ഒരു ഓപ്ഷനിൽ തന്നെ വെറൈറ്റി കളേഴ്സും വെറൈറ്റി വേരിയൻസും വെറൈറ്റി എന്താ പറയുക ഇയറും ഉണ്ട്. അതിൽ തന്നെ ഇപ്പോൾ കിഡിൽ പറഞ്ഞ പോലെ 2021 വേറൊരു വണ്ടിയാണിത്. RXL ആണ്. ഇത് ബേസ് മോഡലാണ്. നമ്മൾ അവിടെ കണ്ടത് RXT ആണ്. 4,50,000 രൂപ വരും. ഇത് കിലോമീറ്റർ വളരെ കുറവാണ്. 5,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അല്ലേ? ഇത് i20 2018 മോഡൽ Elite i20 ആണ്. 5,70 കിട്ടും. 62,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ്. കോഴിക്കോട് രജിസ്ട്രേഷൻ. ഓക്കെ. അവിടെ i10 വീണ്ടും ഒരെണ്ണം അല്ലേ? അതെ. 2015 മോഡലാണ്. ഗ്രാൻഡ് ഐറ്റൺ ആസ്റ്റി ആണ്. ഇത് ഫുൾ ഓപ്ഷൻ വാഹനമാണ്. 15 ഫുൾ ഓപ്ഷൻ 4,60,000 രൂപയ്ക്ക് കിട്ടും. 39,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ. അമേസ് ഫസ്റ്റ് വേരിയന്റ് അല്ലേ? ഫസ്റ്റ് മോഡൽ ആദ്യം ഇറങ്ങി. അമേസ് 2016 ഷേപ്പാണിത്. ഓക്കെ. 16 വരുന്ന ഷേപ്പാണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 94,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 4,75 നമുക്ക് ഈ വണ്ടി കിട്ടും. കുറച്ച് സ്ലൈറ്റ്ലി പ്രൈസ് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഓപ്ഷൻ ആണ്. ഓക്കെ. പിന്നെ ടാറ്റ സെസ്റ്റ് ആണ്. 2015 വണ്ടിയാണ്. 15 വണ്ടി തന്നെ നമുക്ക് 3 ലക്ഷം രൂപയ്ക്ക് കിട്ടും. 3 ലക്ഷം രൂപ പെട്രോൾ ഓപ്ഷൻ അല്ലേ? അപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ ഒരുപാട് വണ്ടി. അതാണ് ഞാൻ ഫ്രണ്ടിൽ മാത്രമല്ല ഈ ഏരിയയിൽ ഒരുപാട് വണ്ടികളുണ്ട്. ഏകദേശം 10-90 വണ്ടി മൊത്തം സ്റ്റോക്ക് ഉണ്ട്. പിന്നെ അതിനകത്ത് ബുക്കിംഗ് ആയ വണ്ടികളുണ്ട്. അതാണ് ഒരു 70 വണ്ടിയാണ് നമുക്കിപ്പം ബുക്കിംഗ് ആവാത്ത ഇവിടങ്ങളിൽ നമുക്ക് ഫിസിക്കലായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഈ ഒരു ഭാഗത്ത് നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഇതിനകത്ത് നമുക്ക് ഈ ഏരിയയിലേക്ക് വരുമ്പോൾ ആദ്യം ക്ലൈംബർ ഉണ്ട്. കിഡിൻ്റെ അല്ലേ? ക്ലൈംബർ ഉണ്ട്. അത് നമുക്ക് ഡീറ്റെയിൽസ് പറയാം. ബലേന കിടപ്പുണ്ട്. ഇത് നമുക്ക് റെയറായിട്ട് കിട്ടുന്ന ഒരു വണ്ടിയാണ് അല്ലേ? എറ്റിയോസ്. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? എറ്റിയോസ് ടൊയോട്ട എറ്റിയോസ് പെട്രോൾ ആണ് ഇത് വരുന്നത്. പെട്രോൾ ആണ് അല്ലേ? പെട്രോൾ VX, അതായത് ഫുൾ ഓപ്ഷൻ കാര്യങ്ങളൊക്കെ വരുന്ന ഓപ്ഷനാണ്. കിലോമീറ്റർ കുറവാണ്. 26,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പ് വാഹനം. ഇയർ ഏതേത്? 16 മോഡൽ അല്ലേ? ഓക്കെ. ഇന്ത്യൻ കണ്ടീഷൻ ഒന്നും വലിയ കുഴപ്പമില്ല. മ്യൂസിക് പ്ലെയറും അത്യാവശ്യം ഫിറ്റ്മെന്റും കാര്യങ്ങളെല്ലാം വാഹനത്തിലുണ്ട്. സീറ്റ് കവറും ചെയ്തിട്ടുണ്ട്. ഒരു ലെതറൈറ്റ് സീറ്റ് കവറും കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. ഇതിന്റെ പ്രൈസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? 6,30,000 രൂപയ്ക്ക് വണ്ടി കിട്ടും. 6,30 അല്ലേ? 6,30 ഓക്കെ. ലോണ് നമുക്ക് 90% അടുത്ത് തന്നെ കൊടുക്കാം അല്ലേ? വാറണ്ടി എങ്ങനെ കൊടുക്കാം? 2 വർഷം വാറണ്ടി കൊടുക്കാം. 2 വർഷം കൊടുക്കാം അല്ലേ? അടുത്ത നമ്മുടെ ജെറ്റ് അടപ്പുണ്ട്. കിടിലൊരു വണ്ടിയാണ് അല്ലേ? രാജാവാണ്. ഒരു പെർഫോമൻസിന്റെ കാര്യത്തിൽ രാജാവാണ് അല്ലേ? ഓക്കെ. അത് ഡീസൽ എഞ്ചിനാണ്. ജെറ്റ് ഡീസൽ എഞ്ചിൻ 2012 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് ആണ് അല്ലേ? ഹൈലൈൻ ആണ് അല്ലേ? പക്ഷേ ഇന്റീരിയർ വൈസും എക്സ്റ്റീരിയർ വൈസും അധികം റീപെയിന്റ് പോലും കേറിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ബോഡി ക്വാളിറ്റി ഉണ്ട്. ഡോർ തുറക്കുമ്പോഴേക്കും ആ ഒരു വെയിറ്റും കാര്യങ്ങളൊക്കെ നല്ല ഫീൽ ചെയ്യുന്നുണ്ട്. എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. നല്ല വൃത്തിയായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അത്രയും പഴക്കം നമുക്ക് ഇന്റീരിയർ കണ്ടാൽ ഒരിക്കലും പറയില്ല കേട്ടോ. നല്ല വൃത്തിയായിട്ടുള്ള ഇന്റീരിയർ ആണ്. 12 മോഡലിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ഓക്കെ. അതുപോലെ അലോയിലിന്റെ കളറൊക്കെ അടിപൊളി കേട്ടോ. മൊത്തത്തിൽ വണ്ടി നീറ്റ് ആണ്, കാണാൻ നല്ല നീറ്റ് ആണ്. ബാക്കി കാര്യങ്ങളൊക്കെ 4,60 കിട്ടും. 4,60 2012 ജെറ്റ. കിലോമീറ്റർ എത്രയായിട്ടുണ്ട്? കിലോമീറ്റർ 1 ലാഖിന് മുകളിൽ ഓടിയിട്ടുണ്ട്. 1 ലാഖിന് മുകളിൽ ഓടിയിട്ടുണ്ട് അല്ലേ? ഓക്കെ. ഇതിന് ലോൺ കിട്ടുമോ? ഇതിന് ലോൺ നമുക്ക് 70% വരെ ലോൺ കൊടുക്കുന്നുണ്ട്. 70 വരെ കൊടുക്കാം. 70% വരെ. അത് ഡിപ്പെൻസ്. നല്ല സിബിൽ സ്കോറും കൂടെ പ്രൊഫൈൽ അനുസരിച്ചിട്ട് ചെയ്യാം അല്ലേ? ഓക്കെ. നമുക്ക് ഡ്രൈവർ അടപ്പുണ്ട്. അതും നമുക്ക് പറയാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് ഇത്. ഡ്രൈവർ 2021 മോഡലാണിത്. കിലോമീറ്റർ വളരെ കുറവാണ്. 19,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ. 2021 19,000 ഓടിയിട്ടുണ്ട് അല്ലേ? 19,000 കിലോമീറ്റർ. RXL ആണ് ഓപ്ഷൻ. RXL ആണ് അല്ലേ? ഓക്കെ. അത്യാവശ്യം യൂസ് ചെയ്ത കസ്റ്റമർ ആണല്ലേ? അതായത് ആവറേജ് യൂസ് ആണ്. അതെ. ഹെവി യൂസ് അല്ല, അത്യാവശ്യം നീറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. വണ്ടി നല്ല 10,000 കിലോമീറ്റർ പെട്രോൾ എഞ്ചിന്റെ നോർമൽ യൂസ് 10,000 കിലോമീറ്റർ പെർ ഇയർ. അതെ. അത്യാവശ്യം നീറ്റാണ് കേട്ടോ. വണ്ടി കാണാൻ നല്ല രസമുണ്ട്. നല്ല ബോഡി ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. ടയർ കണ്ടീഷനും ഓക്കെയാണ്. ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ നമുക്ക് അത്യാവശ്യം ഫീച്ചേഴ്സ് വാഹനത്തിലുണ്ട്. അതുപോലെ സീറ്റ് കവറും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇൻബിൽറ്റ് മ്യൂസിക് പ്ലെയർ, AC. ബാക്കിലേക്ക് വരുമ്പോഴും സീറ്റ് കവറും കാര്യങ്ങളെല്ലാം ചെയ്ത് നല്ല നീറ്റാക്കി വണ്ടി വെച്ചിട്ടുണ്ട്. ഇത് കിലോമീറ്റർ എത്രയാണ്? 19,000 കിലോമീറ്റർ അല്ലേ?
19,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിരിക്കുന്നത്. പ്രൈസും കാര്യങ്ങളൊക്കെ എങ്ങനെ? ഇത് 6,20,000 രൂപയ്ക്ക് നമുക്ക് വാഹനം കിട്ടും. 6,20 അല്ലേ? 6,20 നമ്മൾ ആസ്ക് ചെയ്യും. 2 വർഷം വാറണ്ടി. 2 വർഷം വാറണ്ടി, 25,000 കിലോമീറ്റർ കിട്ടും. ഓക്കെ. ലോണും പ്രൊവൈഡ് ചെയ്യാം അല്ലേ? ലോണും പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ. അടുത്ത പിന്നെ നമുക്ക് വരുന്നത് പോളോ വരുന്നുണ്ട്. നമ്മൾ ഫ്രണ്ട് കാണിച്ച പോലെ തന്നെ വേറെ കളറായിട്ടുള്ള 2017 മോഡലിലുള്ള ഒരു WRV പെട്രോൾ വരുന്നുണ്ട്. ഓക്കെ. പിന്നെ അടുത്തായിട്ട് നമുക്ക് പരിചയപ്പെടുത്തേണ്ട ഒരു വാഹനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രിയോ, ഹോണ്ട ബ്രിയോ. ഇത് നമുക്ക് കിട്ടാല്ലാത്ത വാഹനമാണ്. സിറ്റി ലൈഫിന് പറ്റുന്ന ഒരു വണ്ടിയാണ്. ലൈഫിന് പറ്റുന്ന പ്രത്യേകിച്ച് എസ്പെഷ്യലി ഫോർ ലേഡി കസ്റ്റമേഴ്സിന് ഒരുപാട് ഓപ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? ഭയങ്കര കംഫർട്ടാണ്. 2015 മോഡലാണ്. 15 മോഡൽ ബ്രിയോ SMT എന്ന് പറയുന്ന ഓപ്ഷൻ അത് വരുന്നത്. SMT ഓപ്ഷൻ ആണല്ലേ? ഓക്കെ. ഇന്റീരിയർ അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പോൾ ഉണ്ട്. മ്യൂസിക് പ്ലെയറും കാര്യങ്ങളെല്ലാം എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. സീറ്റ് കവർ രണ്ടിടത്തും ചെയ്തിട്ടുണ്ട്. ഫ്ലോർ മാറ്റ്, പീസ് മാറ്റാണ് ഫ്ലോറിൽ ചെയ്തേക്കുന്നത്. പെട്രോൾ ഓപ്ഷനാണ്. ഇതാണ് റിയർ സൈഡ് വരുന്നത്. പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. അത്യാവശ്യം ഒരു മാന്യമായ മൈലേജ് ഉണ്ട് അല്ലേ? ഒരു 15-ന് മൈലേജ് കിട്ടുമല്ലോ അല്ലേ? ഓക്കെ. ഇതിൻ്റെ വില എങ്ങനെ? നമ്മൾ ഇത് 4,10 കിട്ടും. 2015 മോഡൽ, 70,000 കിലോമീറ്റർ ഓടി വണ്ടി. 70 ഓടിയിട്ടുണ്ട് അല്ലേ? 4,10 സിംഗിൾ ഓണർഷിപ്പ് ആണ്. പക്ഷേ ഓക്കെ. ഓക്കെ. അപ്പോൾ റിറ്റ്സ് ആണ് അടുത്ത പെട്രോൾ വാഹനമാണ്. ഇത് പെട്രോൾ ആണല്ലേ? പെട്രോൾ റയർ പീസ് ആണ് റിറ്റ്സ് പെട്രോൾ ഓട്ടോമാറ്റിക്. പെട്രോൾ ഓട്ടോമാറ്റിക് ആണല്ലേ? ഓക്കെ. ഓക്കെ. അങ്ങനെ അധികം കാണാത്ത ഒരു വാഹനമാണ് അല്ലേ? ഇത് ഏതാ ഇയർ? 2014 മോഡൽ, സിംഗിൾ ഓണർഷിപ്പ് ആണ്. 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ. ഇന്റീരിയർ അടിപൊളിയാണ്. റിറ്റ്സ് അത്യാവശ്യം കൊണ്ടു നടക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ് കേട്ടോ. അത്യാവശ്യം ലോങ് ലൈഫ് ഉള്ള വണ്ടി കൂടിയാണ്. സിസ്റ്റം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല സീറ്റ് കവറാണ്. ടയർ ലൈഫും ഏവറേജ് 50% അടുത്ത് വരുന്ന ടയറും കാര്യങ്ങളൊക്കെ വണ്ടിയിലുണ്ട്. ഉണ്ട്. പ്രൈസ് എന്താ ഉദ്ദേശിക്കുന്നത്? പ്രൈസ് 4,25 വരുള്ളൂ. 4,25 വരും അല്ലേ? VX ആണ് ഓപ്ഷൻ വരുന്നത്. ഇത് ബ്രസയാണ്. ബ്രസ ഡീസൽ മാനുവൽ LDI. അതായത് ബേസ് മോഡൽ എന്ന് പറയാം. LDI എന്ന് പറയുമ്പോൾ ബേസ് മോഡലാണല്ലോ. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും എന്നാലും ചെയ്തിട്ടുണ്ട് കസ്റ്റമർ. കുഴപ്പമില്ലാത്തൊരു വേണം. ഇപ്പം നിലവിൽ ബുക്കിംഗ് ആണ് അല്ലേ? പ്രത്യേകിച്ച് അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. ക്ലൈംബർ അടപ്പമുണ്ട്. ഇതൊക്കെ ഒരു ബേസിക് വണ്ടികളല്ലേ? പ്രൈസ് ഒരു അത് ഏത് വണ്ടി വരുന്നത്? ഇതാണെന്നുണ്ടെങ്കിൽ 2017 മോഡലാണ്. 3,75 കിട്ടും. 3,75 വരും അല്ലേ? ഓക്കെ. നമ്മുടെ i20 അല്ലേ? i20 2018 മോഡൽ i20 ആണ്. ഡ്യുവൽ ടോൺ കളർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള. ഓക്കെ. 5 സംതിങ്ങിന് 5 സംതിങ് വരും അല്ലേ? സെന്റിന്റെ ഒരു ഫാൻസി കളർ ആയിട്ട് വരുന്ന ഐറ്റമാണിത്. 2014 മോഡൽ, സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ഓക്കെ. ഇത് 3,75,000 രൂപയ്ക്ക് ഇത് കിട്ടും. അടുത്ത കിഡ് കിടപ്പുണ്ട് അല്ലേ? റെനോൾട്ടിന്റെ കിഡ് 3,45 കിഡ് ഉണ്ട്. 2017 മോഡൽ മാനുവൽ RXT ഓപ്ഷൻ ആണ്. RXT ഓപ്ഷൻ ആണല്ലേ? ഡിസയർ കിടപ്പുണ്ട് അല്ലേ? പെട്രോൾ വേരിയന്റ് ഡിസയർ. ഇത് 2017 മോഡൽ ഡിസയർ ആണ്. 6 ലക്ഷം രൂപയ്ക്ക് നമുക്ക് വാഹനം കിട്ടും. 6 ലക്ഷം രൂപയ്ക്ക്. 2017 മോഡൽ, 19,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ. അടുത്ത ഓൾട്ടോ കിടപ്പുണ്ട്. ഓൾട്ടോ ഇത് ഏറ്റവും ന്യൂ ഷേപ്പ് ഓൾട്ടോ ആണ്. 2019 മോഡൽ, 3,60,000 രൂപ വില വരുള്ളൂ. 16,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ വണ്ടിയാണ് അല്ലേ? ഓക്കെ. പിന്നെ ഇത് ഡീസൽ എഞ്ചിനിൽ ഫോർഡിൻ്റെ ഡീസൽ എഞ്ചിൻ കിലോമീറ്റർ കുറവാണ്. 84,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 1,35 ഡീസൽ എഞ്ചിൻ വാഹനം കിട്ടും. 1,35 അല്ലേ? ഓക്കെ. കിഡ് വീണ്ടും കിടപ്പുണ്ട്. കിഡ് ഒരുപാട് കളക്ഷൻ കിഡ് ഉണ്ടാവും. ഗ്രാൻഡ് ഐറ്റൻ ഉണ്ട്, കിഡ് ഉണ്ട്, ഓൾട്ടോ 800 ഉണ്ട്. ബാക്കിൽ നമുക്ക് കുറച്ച് വണ്ടി കിടപ്പുണ്ട്. ജസ്റ്റ് അത് കാണിച്ചു അല്ലേ? ഇത് പ്രൈസ് 3,75 വരും അല്ലേ? ഇത് 2017 ആണ് മോഡൽ. 17 മോഡൽ അല്ലേ? വാഗണർ മാനുവൽ 15,000 രൂപയാണ് നമ്മൾ ചോദിക്കുന്ന വില. 2013 മോഡൽ LXI ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 99 ഓടിയിട്ടുണ്ട്. 99 ഓടിയിട്ടുണ്ട് അല്ലേ? ഓക്കെ. i10 കിടപ്പുണ്ട് അല്ലേ? i10 3,45 പ്രൈസ് വരും അല്ലേ? അതെ. 2014 മോഡൽ, സിംഗിൾ ഓണർഷിപ്പ്, 54,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അല്ലേ? ഓക്കെ. നമ്മളിപ്പോൾ കുറച്ച് ഡീറ്റെയിൽസ് ഇങ്ങനെ വണ്ടികൾ ഒരുപാട് ഉണ്ടാകാൻ ആ ഡീറ്റെയിൽസ് പറയാൻ സാധിക്കാത്തത്. ജസ്റ്റ് പറഞ്ഞു പോവുകയാണ്. ഡിസ്ക്രിപ്ഷനിലെ നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞു തരാൻ പറ്റും അല്ലേ? ഓക്കെ. ഫോർഡിൻ്റെ ആസ്പയർ ഉണ്ട്, ഡീസൽ ഫോർഡ് ആസ്പയർ ഉണ്ട്. ഗ്രാൻഡ് ഐറ്റൻ ഡീസൽ ഉണ്ട്. ഓൾട്ടോ 800 2013 മോഡൽ പെട്രോൾ ഉണ്ട് അല്ലേ? ഇതൊക്കെ നമുക്ക് ഏകദേശം 180 റേഞ്ചിൽ വണ്ടി കിട്ടും. ഓൾട്ടോ 800 2013 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 180 ഒക്കെ നമുക്ക് കൊടുക്കാം അല്ലേ? ബലേനോ 2021 മോഡലാണ്. 2021 മോഡലിൽ ഡെൽറ്റയാണ് ഓപ്ഷൻ വരുന്നത്. സെക്കൻഡ് വേരിയന്റ്. കിലോമീറ്റർ പക്ഷേ വളരെ കുറവാണ്. 8,400 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 8,000 അത്രേ ഓടിയിട്ടുള്ളൂ. 8,400 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 7,30 അല്ലേ? 7,30,000 രൂപയ്ക്ക് വാഹനം കിട്ടും. ഓക്കെ. സിംഗിൾ ഓണർഷിപ്പ്, KL60 കാഞ്ഞങ്ങാട് രജിസ്ട്രേഷൻ വണ്ടി. അല്ലേ? ഓക്കെ. മ്യൂസിക് പ്ലെയറും കാര്യങ്ങളെല്ലാം ഉണ്ട്. ടച്ച് സ്ക്രീൻ അല്ല എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ അല്ലേ? അതായത് ഷോറൂം കണ്ടീഷൻ തന്നെ പറയാം. 400 കിലോമീറ്റർ ഓടി കഴിഞ്ഞാൽ പിന്നെ അതൊരു ഓട്ടോ അല്ലല്ലോ. ടയറും കാര്യങ്ങളെല്ലാം നോക്കിയാൽ കളർ വ്യക്തമായിട്ട് അറിയാം. ഇത് പ്രൈസ് എത്ര? 7,30. അപ്പോൾ ലോണും വാറണ്ടി എല്ലാം അല്ല, 2 വർഷം വാറണ്ടി, 90 to 95% ലോൺ സൗകര്യം.
ഇൻസ്റ്റന്റ് ലോണും കാര്യങ്ങളൊക്കെ കിട്ടും ഇതിന്. കിട്ടും അല്ലേ? ഓക്കെ ഓക്കെ, അടിപൊളി ഒരു വണ്ടിയാണ്. ആൾട്ടോ കിടപ്പുണ്ട്. ആൾട്ടോ ഇത് 2011 മോഡൽ ഓൾട്ടോ ആണ്. 210 അല്ലേ? EXI ആണ്. 2,10,000 രൂപയാണ് നമ്മൾ ചോദിക്കുന്നത്. അതിനകത്ത് ചെറിയ രീതിയിൽ നെഗോസിയേഷൻ ഉണ്ടാവും. ഫുൾ കമ്പനി സർവീസ് ഹിസ്റ്ററി ഉള്ള 2011 മോഡൽ. 11 മോഡൽ വണ്ടി അല്ലേ? ഇത് കാരണം അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. എല്ലാ ടയറും പുതിയതാണ്. വണ്ടിയിൽ ബോഡി ക്വാളിറ്റി നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തതിനെ കൊണ്ട് തന്നെ വേറെ ആക്സിഡന്റ് ഡാമേജസോ കാര്യങ്ങളോ ഒന്നും കാണാനില്ല ഇപ്പോൾ നിലവിൽ. ഓക്കെ. കിഡ് കിടക്കുന്നുണ്ട്. കിഡ് 3,60,000 രൂപയ്ക്ക് 2018 മോഡൽ കിഡ് കിട്ടും. ഓക്കെ. ഇത് 1000 cc ആണ്, 1 ലിറ്റർ ആണ് വരുന്നത്. 1 ലിറ്റർ RXT ഓപ്ഷൻ ആണിത്. ഓക്കെ. ടയർ കണ്ടീഷൻ ഒക്കെ അടിപൊളിയാണ് കേട്ടോ, വലിയ പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല. ഇതിന്റെ വിലയും എങ്ങനെയാണ് വരുന്നത്? ഇതാണെന്നുണ്ടെങ്കിൽ 360 കിട്ടും അല്ലേ? അടുത്ത വീണ്ടും ഒരു കിഡ് റെഡ് കിഡ്. ഇത് നമ്മളിപ്പോൾ നിലവിൽ ബുക്കിങ്ങിലാണുള്ളത്. ആണല്ലേ അല്ലേ? ഓൾട്ടോ കിടപ്പുണ്ട്. ഓൾട്ടോ 2017 മോഡൽ ഓൾട്ടോ കേട്ടൺ ആണ്. 17 മോഡൽ 325 കിട്ടും. 325 76,000 കിലോമീറ്റർ ഓടിയ വണ്ടി അല്ലേ? i20 കിടപ്പുണ്ട് അല്ലേ? i20 പെട്രോൾ ഓപ്ഷൻ ആണത്. പെട്രോൾ ഓപ്ഷൻ 2019 മോഡൽ 665 പെട്രോൾ i20 കിട്ടും അല്ലേ? കിലോമീറ്റർ എത്ര ഓടിയുണ്ടത്? ഇത് കിലോമീറ്റർ കുറവാണ്, 59,000 ഓടിയിട്ടുള്ളൂ. അത്ര ഓടിയിട്ടുള്ളൂ അല്ലേ? അടുത്തൊരു വെറൈറ്റി വണ്ടി കിടപ്പുണ്ട് അല്ലേ? അതെ, തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു വാഹനം. ഒരു 6 സീറ്റർ എന്ന് പറയും. അതെ, സാധാരണ 5 സീറ്റർ എന്ന് പറയുമ്പോൾ 6 സീറ്റർ പറ്റുന്ന ഒരു വാഹനമാണ്. KUV 100 മഹേന്ദ്ര അല്ലേ? K2 എന്ന് പറയുന്ന ഓപ്ഷൻ ആണ്. 2018 മോഡൽ. 2018 മോഡൽ സിംഗിൾ ഓണർ പെട്രോൾ ഓപ്ഷൻ ആണ്. 42,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് നല്ല ബോഡി ക്വാളിറ്റി ഉള്ള വാഹനം. ഓക്കെ. ഇതിന്റെ ഗിയറിൽ ഫ്രണ്ടിലാണ്, ഡാഷ്ബോർഡിലാണ് വരുന്നത്. ഓക്കെ, അതൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഒരു സ്പെഷ്യൽ വണ്ടിയാണ്. ഇങ്ങനെ സീറ്റ് അങ്ങനെ 2 രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റിയ സംഭവം. ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം 6 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഫെസിലിറ്റി ആയി. ഇതാണ് 6 സീറ്റർ എന്ന് പറയുന്നതുകൊണ്ടുള്ള ഒരു വ്യത്യാസം. ഇതിന്റെ വിലയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? 375 2 വർഷം വാറന്റിയോടെ കൂടെ കിട്ടും. 2 വർഷം 25,000 കിലോമീറ്റർ വാറന്റി ഉണ്ടാവും. ഒരു 70 to 75% ലോൺ സൗകര്യം കിട്ടും അല്ലേ? ഓക്കെ. പെട്രോൾ ഓപ്ഷൻ ആണ്, സിംഗിൾ ഓണർഷിപ്പ്. ഇത് മൈലേജ് ഒക്കെ എന്തോ വരും? ഇതിനൊരു 15-16 കിലോമീറ്റർ മൈലേജ് വരും അല്ലേ? ഇത്രയാണ് വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. നമ്മൾ കുറച്ച് വണ്ടികളൊക്കെ ഇടയ്ക്കൊന്ന് മിസ് ചെയ്തിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ കുറച്ച് ഡീറ്റെയിൽസ് പറഞ്ഞു, കുറച്ച് ഡീറ്റെയിൽസ് അതിൻ്റെ പറയാനുണ്ട്. കാരണം ഇത്രയും വണ്ടികളുടെ ഡീറ്റെയിൽസ് നമുക്ക് ഒരു ചെറിയ സമയം കൊണ്ട് പറഞ്ഞു തീർക്കാൻ ബുദ്ധിമുട്ടാണ്. നമുക്ക് അറിയാനുള്ള ഒരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ഒന്ന് ഷോറൂമിലെ നമ്പർ കൊടുത്തിട്ടുണ്ട്, അത് വിളിച്ച് വെച്ച് കഴിഞ്ഞാൽ അറിയാം. മറ്റൊന്ന് വെബ്സൈറ്റ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. വെബ്സൈറ്റിനകത്ത് ഫുൾ ഡീറ്റെയിൽ വണ്ടിയുടെ A to Z എല്ലാ ഡീറ്റെയിൽസും, ഒരു 141 ചെക്ക് പോയിന്റ് അടക്കമുള്ള എല്ലാ ഡീറ്റെയിൽസ് വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഹോം ഡെലിവറി ഉണ്ട്, വരാതെ വണ്ടി എടുക്കാം. പിന്നെ ലോൺ സൗകര്യം, പിന്നെ വാറണ്ടി, എല്ലാ കാര്യം നമ്മൾ വിശദമായിട്ട് പറഞ്ഞു. ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷോറൂം നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഷോറൂം ലൊക്കേഷൻ ഒന്നുകൂടെ പറയാം. നമുക്ക് കോഴിക്കോട് കണ്ണൂർ ഹൈവേയിൽ വെസ്റ്റിൽ അത്താണിക്കൽ, ഇതാണ് ലൊക്കേഷൻ. ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഒന്ന് പിൻ ചെയ്തേക്കാം. അല്ലെങ്കിൽ നമ്മുടെ ഷോറൂം നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ അവർ ലൊക്കേഷൻ അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോയിൽ. അടിപൊളി വീഡിയോ ആയിരുന്നു എന്ന് വിശ്വസിക്കുന്നു. എല്ലാ ഇൻഫർമേഷനും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സംശയം ഉണ്ടെങ്കിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള കിടില വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും തന്നെയായിരിക്കും. തൽക്കാലം നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കും. ഓക്കെ, ബൈ.